റിജുലിനെ കാണുമ്പോൾ തന്നെ ഇപ്പൊ ഓൾറെഡി എസ് ഐ ആയാലും ഒരു ലുക്കാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എസ് ഐ ആവണം എന്ന് ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം? റിജുലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പറയൂ. ആദ്യം ഞാൻ നിരവധി എക്സാമുകൾ എഴുതി ഫെയിലായ ഒരു കാൻഡിഡേറ്റ് ആണ്. നിരവധി എക്സാമുകൾ എഴുതി റാങ്ക് ലിസ്റ്റ് പോലും വരാതെ ഫെയിലായ ഒരു കാൻഡിഡേറ്റ് ആണ്. അതിനുശേഷം നല്ല രീതിയിൽ പഠിച്ചു, നല്ല രീതിയിൽ വായന ചെയ്തു. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റിൽ വന്നു തുടങ്ങിയത്. ഞാനിപ്പോൾ നിലവിലിപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാളിലൊരു ഡ്രീം തന്നെയാണ് ഈ ജോബ് എന്ന് പറഞ്ഞത്. ഇപ്പം ഏത് ജോലിയിലാവേണ്ട നമ്മുടെ പല ടീച്ചർമാരും നമ്മൾ ക്ലാസ്സിൽ എണീപ്പിച്ച് ചോർക്കും. അന്നേ ഞാൻ പറയുന്നതാണ് എസ് ഐ. അതിനെക്കുറിച്ച് എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ആ യൂണിഫോം കണ്ടിട്ട് എനിക്ക് എസ് ഐ ആവണം, ആ പോസ്റ്റിലേക്ക് എത്തണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇപ്രാവശ്യം ക്ലിയർ ചെയ്ത് ഇവിടെ എത്തി എൻ്റെ ഡ്രീമിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ 2022 ഡിഗ്രി പാസ് ഔട്ട് ആയത്. അതിനുശേഷം ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് കോച്ചിങ്ങിന് ചേർന്നു. ഓഗസ്റ്റ് മാസം ഞാൻ 4 എക്സാം എഴുതി. AFCAT എഴുതി, അതുപോലെ CAPF അസിസ്റ്റന്റ് കമാൻഡന്റ് എഴുതി, അതുപോലെ SI മെയിൻസും എഴുതി. കഴിഞ്ഞ SI, ഇതിന് മുന്നത്തെ SI മെയിൻസും. അപ്പോൾ എനിക്കൊന്നും ക്ലിയർ ചെയ്യാം, എല്ലാം ജസ്റ്റ് ഒരു മാർക്ക് 2 മാർക്കിനെല്ലാം പോയി. CAPF ഞാൻ 118 കട്ട് ഓഫ് വന്നു, എനിക്ക് 114 സംതിങ് അങ്ങനെ ഉണ്ട്. അതൊക്കെ എന്നെ വളരെ വിഷമമുണ്ടായി. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് ഇതിനു മുതൽ വാരിക്കൂരെല്ലാം പഠിക്കില്ല, പക്ഷേ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാമെന്ന് വെച്ച് ഞാൻ SI പഠിക്കാൻ തീരുമാനിച്ചു.